അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പുതിയ മന്ത്രിമാർക്ക് വകുപ്പുകൾ നിശ്ചയിച്ച് വിജ്ഞാപനമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യത്തിന് പുറമെ തുറമുഖവും നിയമവും കൈകാര്യം ചെയ്യും. ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസിനാണ്, ഫിഷറീസ് മുസ്ലിം ലീഗിന് നൽകി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് നൽകിയ പട്ടിക 24 ആണ് ആദ്യം പുറത്തുവിട്ടത്. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായ വി ഡി സതീശന്റെ മന്ത്രിസഭയിലെ വകുപ്പുകൾ ഉത്തരവായി കഴിഞ്ഞു. അവസാന മണിക്കൂറുകളിലും ടിസ്റ്റുകൾ നടന്ന പട്ടിക ആദ്യം പുറത്തുവിട്ടത് 24 ആണ്. മുഖ്യമന്ത്രി ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഇക്കുറി സവിശേഷത. ധനകാര്യ വിദഗ്ധൻ കൂടിയായ വി ഡി സതീശൻ ധനവകുപ്പ് ഏറ്റെടുക്കുകയായിരുന്നു. നിയമം, തുറമുഖം, ലോട്ടറി, സയൻസ് ആൻഡ് ടെക്നോളജി, മലിനീകരണ നിയന്ത്രണം ഉൾപ്പെടെ 30ലേറെ വകുപ്പുകൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ നേരിട്ടു കൈകാര്യം ചെയ്യും. മന്ത്രിസഭാ വകുപ്പ് പട്ടികയിൽ രണ്ടാമതിടം പിടിച്ച സീനിയർ മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾക്കൊപ്പം ജയിലും ഫയർഫോഴ്സും കൂടാതെ കയർ വകുപ്പ് കൂടിയുണ്ട്. ക്യാബിനറ്റ് രൂപീകരണ വേളയിൽ അഭ്യൂഹങ്ങൾ പലകുറി ഉണ്ടായെങ്കിലും കെ മുരളീധരൻ തുടക്കം മുതൽ പറഞ്ഞ വകുപ്പ് തന്നെ മുരളിക്ക് കിട്ടി. ആരോഗ്യ വകുപ്പും ആയുഷും പിന്നെ ദേവസ്വവും. അവസാന മാറ്റത്തിൽ റവന്യൂ വകുപ്പ് അനിൽകുമാറിന് കിട്ടിയപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വൈദ്യുതി, പാർലമെന്ററി കാര്യ വകുപ്പിലേക്ക് മാറേണ്ടി വന്നു. PC വിശ്വനാഥനാണ് ടൂറിസവും സാംസ്കാരികവും. M ലിജു എക്സൈസ്, സഹകരണ വകുപ്പ് ചുമതല വഹിക്കും. ലീഗിൽ നിന്നും ഏറ്റെടുത്ത ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് റോജി M ജോണിന് നൽകി. T സിദ്ദിഖിന് നേരത്തെ പറഞ്ഞ കൃഷിയും, KA തുളസിക്ക് പട്ടികജാതി പട്ടികവർഗ വികസനവുമാണ്. ബിന്ദു കൃഷ്ണയാണ് തൊഴിൽ മന്ത്രി. ഒപ്പം വനിതാ ശിശുക്ഷേമ വകുപ്പുമുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ OJ ജനീഷ് യുവജനകാര്യം കൈകാര്യം ചെയ്യും. ഇതിനൊപ്പം സ്പോർട്സും രജിസ്ട്രേഷൻ വകുപ്പും ജനീഷിനുണ്ട്. ലീഗ് മന്ത്രിമാരിൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് പതിവ് വകുപ്പായ വ്യവസായവും IT-യും. ഇതുകൂടാതെ പുതിയ വകുപ്പ് AA കൂടി നൽകിയിട്ടുണ്ട്. N ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസവും ഹജ്ജും മൈനോറിറ്റി വികസനവുമാണ്. KM ഷാജിക്ക് തദ്ദേശ സ്വയംഭരണം. 24 നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ PK ബഷീർ പൊതുമരാമത്ത് മന്ത്രിയുമാണ്. ലത്തിൻ രൂപതയുടെ പ്രതിഷേധങ്ങൾക്കിടയിലും ഫിഷറീസ് വകുപ്പ് ലീഗിന്റെ V അബ്ദുൾ ഗഫൂറിന് നൽകിയാണ് വിജ്ഞാപനം. മോൻസ് ജോസഫിന് പതിവ് പോലെ ജലസേചന വകുപ്പും ഹൗസിംഗും നൽകിയിട്ടുണ്ട്. അനൂപ് ജേക്കബിനും പതിവ് തെറ്റിക്കാതെ ഭക്ഷ്യ, സിവിൽ സപ്ലൈസ് വകുപ്പാണ്. ഷിബു ബേബി ജോണിന് വനം, വന്യജീവി സംരക്ഷണത്തിനൊപ്പം നൈപുണ്യ വികസനവുമുണ്ട്. CMP നേതാവ് CP ജോണിന് സഹകരണ വകുപ്പിന് പകരം ഗതാഗതവും ജലഗതാഗതവുമാണ്. ദിവസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്കും ടിസ്റ്റുകൾക്കും ഒടുവിൽ വി ഡി സതീശൻ മന്ത്രിസഭയിലെ വകുപ്പുകൾ വിജ്ഞാപനമായി. 2 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ധനവകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത് സമീപകാലത്ത് ഇതാദ്യമാണ്. മറ്റൊന്ന്, യുവജനങ്ങൾക്ക് നിർണായക വകുപ്പുകൾ നൽകി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അവസാന ടിസ്റ്റിൽ ചിലർക്ക് നഷ്ടം പറ്റിയെങ്കിലും മൊത്തത്തിൽ വകുപ്പ് വിഭജനം പൂർത്തിയാക്കാൻ വി ഡി സതീശൻ ഏറെ പണിപ്പെടേണ്ടി വന്നു. ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.